ഫിഫ്ത്ത് സെമിസ്റ്റർ സോഷ്യോളജി മോഡ്യൂൾ പാർട്ട് കാർട്ടോഗ്രാംസ്. നമ്മൾ ബാർ ഗ്രാഫുകളെ കുറിച്ചും പിന്നെ വിവിധ തരം ഗ്രാഫുകൾ, ലൈൻ ഗ്രാഫ് തുടങ്ങിയുള്ള വിവിധ തരം ഗ്രാഫുകളെ കുറിച്ചാണ് നമുക്ക് പറഞ്ഞു വന്നിരുന്നത്. ഇനി നമ്മൾക്ക് പറയാനുള്ളത് കാർട്ടോഗ്രാമിനെ കുറിച്ചാണ്. എങ്ങനെയാണ് നമുക്കൊരു മാപ്പുകൾ ഉപയോഗിച്ച് നമുക്ക് നമ്മളുടെ കണ്ടെത്തലുകൾ എങ്ങനെ അടയാളപ്പെടുത്താൻ സാധിക്കുമെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചെറിയ വിവരണമാണ്. കാർട്ടോഗ്രാംസ് എന്നാൽ ഭൂപടങ്ങളാണ്. ഒരു പ്രദേശത്തിൻ്റെ ഭൂപരിധിയിൽ ഉൾപ്പെടുത്താവുന്ന വിവരങ്ങൾ ആ പ്രദേശത്തിൻ്റെ ഭൂപടത്തിൻ്റെ സഹായത്തോടു കൂടി അവതരിപ്പിക്കാൻ കഴിയുക. നമുക്ക് പലപ്പോഴും പല സമയത്ത് നമ്മൾ പലതരത്തിലുള്ള ഭൂപടങ്ങൾ കാണാറുണ്ട്. പോപ്പുലേഷൻ ഡെൻസിറ്റി അഥവാ ജനസാന്ദ്രത, ഏറ്റവും കൂടിയ സ്ഥലങ്ങൾ എവിടെയാണ്, ഏറ്റവും കുറഞ്ഞ സ്ഥലങ്ങൾ എവിടെയാണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കി തരാൻ നമുക്ക് ഭൂപടങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അത്തരം കാര്യങ്ങൾക്കാണ് കാർട്ടോഗ്രാം ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഒരു സ്ഥിതി വിവരണം പ്രദർശിപ്പിക്കുന്നതിനാണ് സാധാരണയായി സ്ഥിതി വിവരണ കണക്കുണ്ട് സ്റ്റാറ്റിക്സ് രേഖപ്പെടുത്തി പ്രദർശിപ്പിക്കുന്നതിനാണ് സാധാരണയായി ഭൂപടങ്ങൾ ഉപയോഗപ്പെടുത്താറുള്ളത്. നമുക്കറിയാം, ഒരു മാപ്പ് എടുത്ത് നോക്കിയാൽ അവിടെയുള്ള റെയിൽവേ സ്റ്റേഷനുകൾ, അവിടെ മഴ കൂടുതൽ ലഭിക്കുന്ന സ്ഥലങ്ങൾ, മഴ കുറവ് ലഭിക്കുന്ന സ്ഥലങ്ങൾ, അവിടുത്തെ പച്ചപ്പ്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കുന്ന തരത്തിലുള്ള പലതരത്തിലുള്ള ഭൂപടങ്ങൾ, മാപ്പുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ മാപ്പുകളൊക്കെ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നതും ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സോഷ്യോളജിയിൽ നമുക്ക് ആവശ്യമായി വരുന്നത് ഇത്തരത്തിലുള്ള ഒരുപാട് നമ്മളുടെ കണ്ടെത്തലുകളൊക്കെ കൃത്യമായി രേഖപ്പെടുത്താൻ സാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അത് മാപ്പിലൂടെയും നമുക്ക് പ്രദർശിപ്പിക്കാൻ കഴിയും. അതെങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കാലാവസ്ഥയിൽ പ്രകടമായ മാറ്റങ്ങളുള്ള ഇന്ത്യയിൽ വിവിധ പ്രദേശങ്ങളിൽ ലഭിക്കുന്ന മഴയുടെ അളവ് സ്വാഭാവികമായും വ്യത്യസ്തമായിരിക്കും. ഓരോ പ്രദേശത്തും ലഭിക്കുന്ന മഴയുടെ അളവ് ഒരു ഭൂപടത്തിൽ രേഖപ്പെടുത്തുകയും അവയ്ക്ക് പ്രത്യേകം നിറം നൽകുകയും ചെയ്താൽ മഴയുടെ ലഭ്യത ഏതൊക്കെ പ്രദേശങ്ങളിലുണ്ടെന്നും എത്രമാത്രം ഉണ്ടെന്നും എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പം ഇത്ര സെൻറ്റിമീറ്ററിൻ്റെ ഒരു ആവറേജ് സെൻറ്റിമീറ്ററിൻ്റെ മുകളിൽ മഴ ലഭിക്കുന്ന ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഇന്ന സ്ഥലത്താണ്. അപ്പോൾ അവിടെ കൃത്യമായി വേറെ കളർ കൊടുത്തു. എന്നാൽ ഒരു മിതമായ രൂപത്തിൽ മഴ ലഭിക്കുന്നത്, ആവറേജ് അല്ലെങ്കിൽ തീരെ മഴ ലഭിക്കാത്ത സ്ഥലങ്ങൾ, പല സ്ഥലത്തിലും പല രൂപത്തിലാണ് ഇന്ത്യയിൽ മഴ പെയ്യാറുള്ളത്. അപ്പോൾ ഇത്തരം സ്ഥലങ്ങളിൽ ഓരോ പ്രത്യേക നിറങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഇന്ത്യയുടെ ഭൂപടം നോക്കിക്കഴിഞ്ഞാൽ എവിടെയാണ്, ഏത് നാട്ടിലാണ്, ഏത് സംസ്ഥാനത്താണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് എന്നും, എവിടെയാണ് ആവറേജ് ലഭിക്കുന്നതും എന്നും, എവിടെയാണ് തീരെ ലഭിക്കാത്തത് എന്നൊക്കെ നമുക്ക് കൃത്യമായി പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ഉദാഹരണത്തിന് നമ്മൾ 50 സെൻറ്റിമീറ്ററിൽ കുറവ് മഴ ലഭിക്കുന്ന സ്ഥലങ്ങൾ, 50 മുതൽ 100 സെൻറ്റിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സ്ഥലങ്ങൾ, 100 സെൻറ്റിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലങ്ങൾ എന്നിവ വ്യത്യസ്ത നിറങ്ങൾ ഉപയോഗിച്ച് നമുക്ക് രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഒരു മാപ്പ് നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ ഉഷാറായ ഏത് സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് എന്നൊക്കെ നമുക്ക് പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കും. അതേപോലെ ജനസാന്ദ്രത, ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ നമുക്ക് കാണിക്കുന്ന രൂപത്തിൽ നമുക്ക് മാപ്പുകൾ വരയ്ക്കാൻ സാധിക്കും. അപ്പോൾ ജനസാന്ദ്രത കൂടുതലാണ്. ഒരു ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ, ജനസാന്ദ്രത എന്ന് പറയുന്നത് 1 കിലോമീറ്ററിൽ സ്ഥിരതാമസമുള്ള ആളുകളുടെ എണ്ണമാണ് ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ എന്നുള്ളതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ 1 കിലോമീറ്റർ പരിധിയിൽ എത്ര ആളുകൾ താമസിക്കുന്നു എന്നുള്ളത് നോക്കിയിട്ടാണ് ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ നമുക്ക് പറയാം. അപ്പോൾ ജനസംഖ്യയുടെ വിന്യാസം ഒരു ഭൂപടത്തിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് രേഖപ്പെടുത്താം. പിന്നെ കേരളത്തിലെ മലപ്പുറം ജില്ലയിൽ എത്ര ആളുകളുണ്ട്, അത് പാലക്കാട്, കോഴിക്കോട് ജില്ലകളിലൊക്കെ എത്ര ആളുകളുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് ഇവിടുത്തെ പോപ്പുലേഷൻ, ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ എത്രയാണ് എന്നുള്ളതൊക്കെ നമുക്ക് പല രൂപത്തിലും നമുക്ക് രേഖപ്പെടുത്താൻ സാധിക്കും. കുത്തുകളോ അല്ലെങ്കിൽ ചെറിയ വരകളോ ലൈനുകൾ ഉപയോഗിച്ചൊക്കെ നമുക്ക് രേഖപ്പെടുത്തപ്പോൾ ഏറ്റവും കൂടുതലുള്ളിടത്ത് നിറയെ അടുപ്പിച്ചടുപ്പിച്ച് കുത്തുകൾ, അതായത് കുറഞ്ഞ സ്ഥലത്ത് വേറെ എന്തെങ്കിലും രേഖപ്പെടുത്താം, ലൈനുകൾ ഉപയോഗിക്കാം. അങ്ങനെയൊക്കെ ഉപയോഗിച്ച് നമുക്ക് മാപ്പിലൂടെ നമ്മൾ കണ്ടെത്തിയ ഡാറ്റകൾ നമുക്ക് പ്രദർശിപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ ഒരു രേഖപ്പെടുത്തിയ ഒരു ഭൂപടത്തിന് ജനസാന്ദ്രത കൂടിയ പ്രദേശങ്ങൾ രേഖപ്പെടുത്തുന്ന കുത്തുകൾ വളരെ അടുത്തും ജനസാന്ദ്രത കുറഞ്ഞ പ്രദേശങ്ങൾ രേഖപ്പെടുത്തുന്ന കുത്തുകൾ വളരെ അകലത്തിലുമായിരിക്കും. അപ്പോൾ ഒരു ഉദാഹരണത്തിന് മാപ്പ് ഞാൻ ഇവിടെ കാണിക്കാം. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും പോപ്പുലേഷൻ ഏറ്റവും കൂടുതൽ തിങ്ങി പാർക്കുന്നത് എവിടെയാണ്. ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് വളരെ കുറവാണ് പോപ്പുലേഷൻ. ഇവിടെ രാജസ്ഥാനിൽ വളരെ കുറവാണ്.
പക്ഷെ ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ ഭയങ്കര തിങ്ങിയിട്ടാണ് ആളുകൾ താമസിക്കുന്നത്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കും ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഉള്ളത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിരീക്ഷണ വിധേയമായ ഇനി നമുക്ക് പറയാൻ സാധിക്കും, നമ്മൾ പറയുന്നത് നമുക്ക് ആവറേജ് സെൻട്രൽ വാല്യൂ എങ്ങനെ കണ്ടെത്തും, സെൻട്രൽ വാല്യൂ കണ്ടെത്തിയതിനോടുള്ള നമ്മുടെ ഉപകാരം എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടാകും. ആവറേജ്, മീന്, മീഡിയം, മോഡ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ. അതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു ചെറിയ വിവരണമാണ്. എന്തിനാണ് നമ്മൾ ഈ ആവറേജ് കാണുന്നത്, ആവറേജ് കണ്ടതുകൊണ്ടുള്ള ഉപകാരം എന്താണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ള ഒരു ചെറിയ വിവരണമാണ് നമുക്കിനി പറയാനുള്ളത്. നമുക്കറിയാം, നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഏത് കാര്യങ്ങളും നമുക്ക് ഒരു സംഖ്യാപരമായ സംഖ്യകളിലൂടെ അവതരിപ്പിക്കാൻ കഴിയും. നമുക്ക് അറിയാം, ഏത് രൂപത്തിലുള്ള ഡാറ്റയാണെങ്കിലും അതിനെ നമുക്ക് ന്യൂമറിക്കലായിട്ട് നമുക്ക് രേഖപ്പെടുത്താൻ സാധിക്കുമെന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. നിരീക്ഷണം അത് ക്വാളിറ്റേറ്റീവ് ആണെങ്കിലും ക്വാണ്ടിറ്റേറ്റീവ് ആണെങ്കിലും നമുക്കത് സംഖ്യകളായി അവതരിപ്പിക്കാൻ സാധിക്കും. സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ രീതികൾ വിവര വിശകലനത്തിനായി ഉപയോഗിക്കാൻ കഴിയുന്നത്. അപ്പോൾ സംഖ്യാപരമായി രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു കൂട്ടം നിരീക്ഷണങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു കേന്ദ്ര മൂല്യ സംഖ്യ കണ്ടെത്തുവാൻ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് ഒരു ക്ലാസ്സിൽ 10 ഒരു ക്ലാസ് ടെസ്റ്റിൽ ഒരു കുട്ടിക്ക് പല കുട്ടികൾക്ക് കിട്ടിയ മാർക്കിൻ്റെ ആവറേജ് കണ്ടെത്തണം. അപ്പോൾ പല കുട്ടികൾക്കും 6, 7, 8 എന്നുള്ളതിലൊക്കെ ആണെങ്കിൽ നമുക്ക് പറയാം എൻ്റെ ഒരു ആവറേജ് വാല്യൂ നമുക്ക് 7 നമുക്ക് എടുക്കാൻ സാധിക്കും. അങ്ങനെ അപ്പോൾ ഒരു കൃത്യമായ ഒരു കൂട്ടം നിരീക്ഷണങ്ങളിൽ നിന്നും സെൻട്രൽ വാല്യൂ കണ്ടെത്തൽ നമുക്ക് വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഈ സെൻട്രൽ വാല്യൂ കണ്ടെത്തിയാലുള്ള ഉപകാരം എന്നുള്ളത് സെൻട്രൽ വാല്യൂ വെച്ചിട്ട് നമുക്ക് പരസ്പരം താരതമ്യം ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. അതേപോലെ വേറൊരു വിഷയത്തിൻ്റെ ക്ലാസ് ടെസ്റ്റ് നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ടെസ്റ്റ് നടന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കുട്ടിക്ക് കിട്ടിയ കുട്ടികളെ മാർക്ക് പല ആളുകൾക്ക് പല മാർക്ക് കിട്ടിയിട്ട്, അപ്പോൾ എല്ലാവരും മാർക്കും വെച്ചിട്ട് നമുക്കിത് കമ്പയർ ചെയ്യുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ എന്നാൽ സെൻട്രൽ വാല്യൂ വെച്ചിട്ട്, അഥവാ സെൻട്രൽ വാല്യൂ എന്നാണ് ആവറേജ് വെച്ച് നമുക്കിത് കമ്പയർ ചെയ്യൽ വളരെ എളുപ്പമായ പ്രക്രിയയായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇംഗ്ലീഷിലെ മാർക്ക് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ 5, 4, 5, 6, 7, 8, 9 പല കുട്ടികളുണ്ട്. അപ്പോൾ സെൻട്രൽ വാല്യൂ എടുത്ത് നോക്കുമ്പോൾ ഇംഗ്ലീഷിൽ 6, മാത്സിൽ 7 അപ്പം മനസ്സിലാക്കും ആവറേജ് പെർഫോമൻസ് ഏറ്റവും കൂടുതൽ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ളത് മാത്സിലാണ്. അതുകൊണ്ടാണ് 7 എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു സെൻട്രൽ വാല്യൂ കണക്കാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒരു വിവരമാണ് നമുക്കിനി പറയാനുള്ളത്. അപ്പോൾ സെൻട്രൽ വാല്യൂ കണ്ടെത്തി കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത്, സെൻട്രൽ വാല്യൂ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് താരതമ്യം വളരെ എളുപ്പമായി തീരുന്നു എന്നുള്ളതാണ്.